ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീഷോയിലും സിമ്പിളായിട്ട് എങ്ങനെ സെല്ലർ അക്കൗണ്ട് എടുക്കാം, അതുപോലെ തന്നെ GST നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യേണ്ട വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മീഷോ നമ്മുടെ മൊബൈൽ ഫോണിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പോയിട്ട് മീഷോ സെല്ലർ ഹബ്ബെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ആവുക. അപ്പോൾ ഈ സൈറ്റാണ് നമുക്ക് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾ ആദ്യം കാണിക്കുന്നില്ല ലോഗിൻ ടു സപ്ലയർ പാനൽ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു സൈറ്റ് ഓപ്പൺ ആവും. അവിടെ നമ്മൾ മൊബൈലായിട്ട് ലിങ്ക് ചെയ്തിട്ട് സൈറ്റിലൊക്കെ കയറേണ്ടതാണ്. ആദ്യം തന്നെ രജിസ്റ്റർ മൊബൈൽ നമ്പർ കൊടുക്കുക, ഒരു OTP വരും. അത് വന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ലിങ്കിൽ പ്രൊസീഡ് ആവേണ്ടതാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കാണാനില്ല. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് GST നമ്പർ ആണ്. ഉണ്ടോ ഇല്ലേ, yes or no ആണ്. അപ്പോൾ ഉണ്ടെങ്കിൽ yes ആണ് കൊടുക്കുക, ഇല്ലെങ്കിൽ no ആണ് കൊടുക്കുക. അപ്പോൾ നോ ടൈപ്പ് ചെയ്താൽ നമുക്ക് പിന്നെ എൻറോൾമെൻറ്റ് നമ്പർ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. GST ഇല്ലെങ്കിൽ നമുക്ക് എൻറോൾമെൻറ്റ് നമ്പർ വെച്ചിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ലിങ്ക് വെരിഫൈ ചെയ്യേണ്ടതാണ്, പാൻ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഫുൾ നെയിം, ഇമെയിൽ ID, പിന്നെ നമ്മുടെ അഡ്രസ്സ്. ഈ 4 കാറ്റഗറി നമ്മുടെ അവിടെ വെരിഫൈ ആവേണ്ടതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധയോടെ കൂടെ വീഡിയോ ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് തന്നെ പ്രോബ്ലം ആവും. നെക്സ്റ്റ് നമ്മൾ പാൻ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതാണ്. ആദ്യം തന്നെ പാൻ നമ്പർ കൊടുത്തിട്ട് നമ്മളവിടെ വെരിഫൈ കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് കാറ്റഗറിക്ക് പോകുന്നതാണ്. അപ്പോൾ മെല്ലെ സൂക്ഷിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഓരോ പ്രോസസ്സ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ പേര് കൊടുക്കുക, പിന്നെ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുമ്പോൾ നമുക്ക് ഇമെയിൽ IDക്ക് ഒരു OTP വരേണ്ടതാണ് ലാസ്റ്റ്. നെക്സ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, അഡ്രസ്സിൻ്റെ മൊത്തം, നമ്മുടെ ഏരിയ ഏതാണ്, സ്റ്റേറ്റ് ഏതാണ്, പിന്നെ പിൻകോഡും, നമ്മളിപ്പോൾ താമസിക്കുന്ന പിൻകോഡും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ നമ്പർ, ഫ്ലോർ നമ്പറോ ഫ്ലാറ്റ് നമ്പറോ എന്ത് ഉണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ അത് കൊടുക്കുക. പിന്നെ ഇവിടെ ഞാൻ മൊത്തം അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ക്യാപ്ച വരും. ആ ക്യാപ്ച നമുക്ക് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോൾ മൊത്തം ഞാൻ അഡ്രസ്സ് മൊത്തം ടൈപ്പ് കൊടുത്തത്, നമ്മുടെ ഏരിയ, നിയർ എവിടെ, പിന്നെ നമ്മുടെ സ്ട്രീറ്റ് എവിടെ, സിറ്റി എവിടെ ഒക്കെ മൊത്തം കൊടുക്കണം. പിന്നെ ഞാൻ ക്യാപ്ച ടൈപ്പ്, അപ്പോൾ ഓക്കെ ആയി. പിന്നെ മീഷോ ടു GSTക്ക് സബ്മിറ്റ് ഡീറ്റെയിൽസ് ആവും. നമുക്ക് അവിടെ ഒരു രണ്ട് OTP വരും. ഒന്ന് മൊബൈൽ നമ്പർക്ക് വരും, നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർക്ക് വരും. അപ്പോൾ വന്നിക്കണം. അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ OTP നമുക്ക് ഇമെയിൽ IDക്ക് വരും. അവിടെ പോയിട്ട് നമ്മൾ ഇമെയിൽ ID പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കേണ്ടതാണ്. ആ രണ്ട് കൊടുത്തതിൻ്റെ ശേഷം തന്നെ നമുക്ക് ഇവിടെ സക്സസ് ആവുള്ളൂ. അപ്പോൾ കണ്ടു, ക്രിയേറ്റിംഗ് സക്സസ്ഫുള്ളി വന്നിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കുറച്ചുകൂടി പ്രോസസ്സ് ഉണ്ട്. പിന്നെ പിക്കപ്പ് അഡ്രസ്സ് കൊടുക്കണം ഇവിടെ. ഇപ്പോൾ ഇവിടെ ഓക്കെ അതിൻ്റെ നമ്മുടെ അഡ്രസ്സ് മൊത്തം ഇവിടെ ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂ അമർത്താം. പിന്നെ നമുക്ക് പിക്കപ്പ് അഡ്രസ്സ് ഇവിടെ കൊടുക്കേണ്ടതാണ്. പിക്കപ്പ് അഡ്രസ്സ് നമ്മൾ മുന്നേ തന്നെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ അഡ്രസ്സ് തന്നെ ഇവിടെ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ആദ്യം തന്നെ പിന്നെ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ കൊടുക്കണം, പിന്നെ കൺഫേം അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ അമൗണ്ട് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് GST നമ്പർ ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അക്കൗണ്ട് നമ്പറും പിന്നെ കൺഫേം അക്കൗണ്ട് നമ്പർ IFSC കോഡ് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെരിഫൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കുക. ലാസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ട്രീറ്റ് നെയിമും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ നെയിമും പിന്നെ ഇമെയിൽ ID കൊടുത്തിട്ട് ഓക്കെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ സൈറ്റാണ് കാണിക്കുന്നത്, അപ്ലോഡ് കാറ്റലോഗ്. അപ്പോൾ നമ്മൾ മൊത്തം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പ്രോസസ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.